ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് ഡാറ്റാ സ്ട്രക്ചറിന്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഞാനിത് നോർമലി ചെയ്യുന്നതൊക്കെ എന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഈ പറയുന്നതൊക്കെ എന്റെ സ്ലൈഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് എക്സാം ഹാളിൽ ഇരിക്കുന്ന അത്രയും സീരിയസ്നെസ്സോടുകൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആയിട്ടായിരിക്കും വരിക. കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് കാണും, അതേ കണക്ക് തന്നെ കുറച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും കാണും. ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക, തെറ്റാതെ നോക്കണം. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൺ ഡയമെൻഷണൽ അറേ എ ഹാസ് ഇൻഡിസസ് 1 to 75. Each element is a string and takes up 3 memory words. The array is stored at location 1120 decimal. The starting address of A of 49 is. ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 1267, 1164, 1264, 1169. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ആൻസർ ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ ഇതിലേക്ക് ഇടുക, ചാറ്റ് ബോക്സിലേക്ക് ഇടുക. പതിയെ ചെയ്യാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് ആൻസർ വേണം കിട്ടാനായിട്ട്, തെറ്റിപ്പോകാതെ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇക്വേഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ. ഏതാണ് ആൻസർ എന്നുള്ള കാര്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ചാറ്റ് ബോക്സിലേക്ക് വന്നിട്ട്. ഒരാൾക്ക് കൂടി ഓപ്ഷൻ എ ആണ് വന്നിരിക്കുന്നത്. പതിയെ ചെയ്താൽ മതി, പക്ഷെ കറക്റ്റ് ആൻസർ ഇതൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓപ്ഷൻ എ 1267. ഓപ്ഷൻ എ 1267. ഒന്ന് രണ്ടുപേരുടെ കൂടെ ആൻസർ വന്നിട്ട് നോക്കാം. കാര്യം 49 ആൾക്കാർ ജോയിന്റ് ആണ്. ഒരാൾക്ക് മാത്രമാണ് തോന്നുന്നു സി. ഓക്കെ, രണ്ടാമതൊരാൾക്കും കൂടെ സി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി എ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് ഓപ്ഷനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ളതായിരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, മെമ്മറി അഡ്രസ് ഓഫ് എ ഓഫ് ഐ ഈക്വൽ ടു, ഞാൻ കോമൺ ഇക്വേഷൻ ആണ് പറഞ്ഞത്, സ്റ്റാർട്ടിംഗ് അഡ്രസ് എം പ്ലസ് ഇൻഡെക്സ് ഐ മൈനസ് ലോവർ ഇൻഡെക്സ്, അതിന് ഞാൻ L1 എന്ന് കൊടുത്തു. ഓക്കെ, ഇൻറ്റു ഡബ്ല്യു, അതായത് വൺ ഡയമെൻഷണൽ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ആൻസർ ചെയ്യൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ടൈപ്പ് ആൻസർ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ആൻസറുകൾ ഒരുപാട് കാണും. ഓക്കെ, അപ്പൊ എം റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനാണ്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ്. ഐ നമുക്ക് ഏത് ഇൻഡെക്സിന്റെ ആണോ, ഏത് അറയിലെ ഇൻഡെക്സ് എലമെന്റ് ആണോ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ ഇൻഡെക്സ് ആണ് ഐ കൊടുക്കേണ്ടത്. എൽ എന്ന് പറയുന്നത് എന്താണ്, ലോവർ ഇൻഡെക്സ് ആണ്. ഞാനിവിടെ L1 എന്ന് എഴുതിയെന്നുള്ളൂ, എൽ ലോവർ ഇൻഡെക്സ് എന്നുള്ളതാണ്. ഡബ്ല്യു റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റിന്റെ വേർഡ് സൈസ് ആണ് ഡബ്ല്യു റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അവർ പറയുന്നുണ്ട് ദ അറേ ഈസ് സ്റ്റോർഡ് അറ്റ് ലൊക്കേഷൻ 112. അപ്പം എം ഓഫ് എ ഓഫ് ഐ ഈക്വൽ ടു, ഓക്കെ, എം എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മെമ്മറി അഡ്രസ് ആണ്. അപ്പം സ്റ്റാർട്ടിംഗ് അഡ്രസ് എം പ്ലസ് ഐ മൈനസ് എൽ ഇൻറ്റു ഡബ്ല്യു എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അവിടെ എം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ്. ഐ ഏത് എലമെന്റിന്റെ ആണോ നമുക്ക് അഡ്രസ് കണ്ടുപിടിക്കേണ്ടത്, ആ എലമെന്റിന് ഇൻഡെക്സ് വാല്യൂ ആയിരിക്കണം കൊടുക്കേണ്ടത്. എൽ മീൻസ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, ആ ഒരു അറയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് സൈസ് ആണ്. ഓക്കെ, വേർഡ് സൈസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് ഈ പറയുന്നതൊക്കെ തന്നെ സ്റ്റാർട്ടിംഗ് അഡ്രസ് തന്നിട്ടുണ്ട് 1120. അപ്പൊ ഞാൻ ആ വാല്യൂ ഇട്ടു പ്ലസ് ഐ എന്ന് പറഞ്ഞത് ഏത് എലമെന്റ് ആണോ കണ്ടുപിടിക്കുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എ ഓഫ് 49ന്റെ അഡ്രസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ്, 49 മൈനസ് എൽ. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറയുടെ ലോവർ ഇൻഡെക്സ് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ ഇവിടെ ലോവർ ഇൻഡെക്സ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് 1. അപ്പൊ ഇവിടെ 1 കൊടുക്കുക ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എത്രയാണ് കാണിച്ചിരിക്കുന്നത്, ഡബ്ല്യു എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് 3 മെമ്മറി വേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 3. അപ്പൊ ഈക്വൽ ടു നമുക്ക് കൊടുക്കാം 1120 പ്ലസ് 48 ഇൻറ്റു 3 എന്നുള്ള ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ 48 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 24. ഓക്കെ, 144 ആണ് കിട്ടുന്നത്. അപ്പൊ 1120 പ്ലസ് 144 ഈക്വൽ ടു 1120 പ്ലസ് 144 എന്ന് പറയുമ്പോൾ 4, 6, 2, 1, 1264. 1264 ആണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ പറയുന്നതൊക്കെ തന്നെ ഈ ലോവർ ഇൻഡെക്സിന്റെ വാല്യൂ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, 0 എടുത്തതാണ്. 1267 കിട്ടുന്നത് അങ്ങനെയായിരിക്കും. ക്ലിയർ ആണോ ഞാൻ ചെയ്തേക്കുന്നത്? 1264 കിട്ടിയത് ക്ലിയർ അല്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ചോണേ. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചേ പറ്റുള്ളൂ. കാര്യം അതിനകത്ത് അവർ പറയുന്നുണ്ട് വൺ ഡയമെൻഷണൽ അറേ എ ഹാസ് ഇൻഡിസസ് 1 to 75 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് ഇതാണ്, ലോവർ ഇൻഡെക്സ് 1ഉം അപ്പർ ഇൻഡെക്സ് 75 ആണ്. അപ്പൊ ലോവർ ഇൻഡെക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ആൻസർ 1267 കിട്ടും. ഏതാണ് 0 ഇട്ട് ചെയ്യുവാണെങ്കിൽ ആ ആൻസർ നമുക്ക് ഓപ്ഷനകത്ത് കാണുകയും ചെയ്യും, നമ്മളെല്ലാം അവിടെ കുത്തുകയും ചെയ്യും.
ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് മാത്രം ഇത് ആൻസർ ചെയ്യാവൂ. എവിടെ നിന്നാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ കോമ്യൂണിക്കേഷൻ തന്നെ പറഞ്ഞു തന്നത്. M+I-L L മീൻസ് ലോവർ ഇൻഡെക്സ്. തന്നിരിക്കുന്ന ആരുടെ ലോവർ ഇൻഡെക്സ്, അത് ഏത് വേണമെങ്കിലും അവർക്ക് തരാം. ചിലപ്പോൾ മൈനസ് വാല്യൂസ് ഒക്കെ ആയിരിക്കും തരിക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ കറക്റ്റ് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് കാരണം തെറ്റിപ്പോകുന്നത്. രാകേഷ്, ഇവിടെ ഇതാണ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 1 ആണ്, അതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് പറ്റിയത്. 0 ആയിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആയിരുന്നു. 1267 ആയിരുന്നു. ഇവിടെ അവർ തന്നിരിക്കുന്നത് 1 ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്തു, അല്ലെങ്കിൽ കയ്യിൽ പോകും. അപ്പൊ അടുത്തത് ഇത് അഡ്രസ് ഓഫ് A11 and A21 are 1000 and 1010 respectively, and each element occupies 2 bytes. Then the array has been stored in dash order. Okay. അപ്പൊ ഇതൊന്ന് നോക്കി. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന റോ മേജർ ഓർഡർ, ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്ന കോളം മേജർ, ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്ന മെട്രിക്സ് മേജർ, ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ആൻസർ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയാം എത്രയാണ് ഇതിന്റെ ആൻസർ വരിക. ഓപ്ഷൻ എ റോ മേജർ, ഓപ്ഷൻ ബി കോളം മേജർ, ഓപ്ഷൻ സി മെട്രിക്സ് മേജർ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സിമ്പിൾ എന്നാണ്. കുറെ പേരുടെ ആൻസർ വരുന്നുണ്ട്. ഓപ്ഷൻ എ പറയുന്നുണ്ട്, ഓപ്ഷൻ ബി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആൻസർ കറക്റ്റ് എത്തിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ. അപ്പം നമുക്ക് നോർമലി ഒരു മെട്രിക്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 2 ഓർഡറിലാണ്, ഒന്ന് റോ മേജറും അത് കോളം മേജറും. അപ്പൊ ഞാൻ സിമ്പിളർ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സിയിൽ തന്നെ ഇങ്ങനെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തില്ലേ, ഇപ്പൊ A of മീനിങ് എന്താണ്? 2 റോസും 3 കോളംസ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയാണ് ഒരു ഇന്റിജറിന്റെ മെമ്മറി സൈസ് 2 ബൈറ്റ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പം എലമെന്റ്സ് 2 റോസും 3 കോളംസും ആണല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്, 2 റോസും 3 കോളംസും. അപ്പൊ നമ്മൾ 2 ഓർഡർ കോൺസെപ്റ്റ് എടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് 2 രീതിയിൽ വരുന്നത്. അപ്പൊ ഓരോ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴും അതിന്റെ അഡ്രസ് എങ്ങനെയാണ് വരിക എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് റോ മേജർ ഓർഡറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കോളം മേജർ ഓർഡറാണ്. അപ്പൊ ഞാനിവിടെ പറയുകയാണ് എന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറയുന്നത്, രണ്ടിടത്ത് ഞാൻ സെയിം വാല്യൂ എടുക്കുകയാണ്. 100 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ 100 തന്നെയാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അപ്പം അഡ്രസ് വരുന്നത് റോ മേജർ എന്ന് പറയുമ്പോഴത്തേക്ക് റോ വൈസ് ആയിരിക്കും മെമ്മറി അസൈൻ ചെയ്തു. ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ അടുത്ത റോയിൽ കൊടുത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ അസംഷൻ എന്തായിരുന്നു? 2 ബൈറ്റ്സ് വെച്ചിട്ടല്ലേ. അപ്പൊ നമുക്ക് പറയാം 100, 101 ഫസ്റ്റ് എലമെന്റ്, 102, 103 അടുത്ത എലമെന്റിന്, 104. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിപ്പോ റോ മേജർ ആണ്. അപ്പൊ 102, 103, ഇവിടെ 104, 105, അടുത്തത് 106, 107, 108, 109, 110, 111 ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ സ്റ്റാർട്ടിംഗ് അഡ്രസ് മാത്രമേ റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ നോർമലി. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ അതിന്റെ അഡ്രസ് അറേഞ്ച്മെന്റ് പോകുന്നത്. കാര്യം ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത റോയിൽ കയറത്തുള്ളൂ. അതേസമയം കോളം മേജർ ആണെങ്കിൽ കോളം വൈസ് ആയിരിക്കും അഡ്രസ് അസൈൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വരുമ്പോൾ 100ഉം 101 ഇവിടെ, 102ഉം 103 ഇവിടെ, ഒരു കോളം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കോളം, അങ്ങനെയാണ് കോളം മേജറിൽ പോവുക. 104, 105, 106, 107, 108, 109, 110, 111. അപ്പൊ നമ്മൾ അഡ്രസ് കാണുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാണുക. 100, 102, 104, 107, 108, 110 ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം റോ മേജറിനകത്താകുമ്പോൾ ഒരു എലമെന്റിന്റെ അഡ്രസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത അഡ്രസ് എന്ന് പറഞ്ഞാൽ അടുത്ത എലമെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് A11 ആണെങ്കിൽ ഇത് A എന്തായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഏത് എലമെന്റ് ആണ്? A21 ആണ്. ഓക്കെ, അതേക്ക് തന്നെ ഇവിടെ അതേക്ക് തന്നെ A11 ഇതാണെന്നുണ്ടെങ്കിൽ ഇത് A21ന്റെ അഡ്രസ്, തൊട്ടടുത്ത അഡ്രസ് A21 പിന്നീടാണ് ആർക്ക് വരുന്നത്? ഈ പറയുന്നതിനൊക്കെ തന്നെ A12 വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ അഡ്രസ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ A11ന്റെ അഡ്രസ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണെന്ന് അവർ പറയുന്നുണ്ട്. A21ന്റെ അഡ്രസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട്? ഈ പറയുന്നത് 1010 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഓരോ എലമെന്റിന്റെ സൈസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറയുന്നത് 2 ബൈറ്റ്സ് ആണ്. ഓക്കെ,
അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോളം മേജർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ A11ന്റെ അഡ്രസ്സ് കഴിഞ്ഞിട്ട് അല്ലെ A11ന്റെ അഡ്രസ്സ് 101,000 ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും A21ന്റെ അഡ്രസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും 1002 ആയിരിക്കും. പക്ഷെ ഇവർ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? A21ന്റെ അഡ്രസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന 1010 ആണെന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ട് എന്തല്ല, കോളം മേജർ അല്ല. അപ്പൊ നമുക്ക് ഒരു ചോയ്സേ ഉള്ളൂ, ഏതാണ്? റോ മേജർ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇപ്പൊ ഇങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിലോ A12ന്റെ പറയുന്നത് 1010 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഏത് എഴുതിയത്? 1010 എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും വരിക. ഓപ്ഷൻ ബി ആയിരിക്കും. A12ന്റെ അഡ്രസ് 1010 എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഓർക്കുക അത് എന്തായിരിക്കും? ഈ പറയുന്ന കോളം മേജർ ആയിരിക്കും. കാര്യം കോളം മേജർ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് കഴിഞ്ഞാൽ A12ന് തൊട്ടടുത്ത അഡ്രസ്സാണ് കയറി വരേണ്ടത്. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർപ്പിച്ചുകൊള്ളുക, ഈ പറയുന്നതിനൊക്കെ തന്നെ കോളം മേജറിലേക്ക് ആയിരിക്കും പോകും. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് വെറുതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അറേ A8,15 ഈ സ്റ്റോർഡ് ഇൻ റോ മേജർ ഓർഡർ വിത്ത് ഫസ്റ്റ് എലമെന്റ് A11. ഓക്കെ, stored at location A0, assuming that each element of the array is the size of sizes. Element A, I, J can be accessed at. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഓപ്ഷനകത്ത് ചെറിയൊരു ചേഞ്ചുകളുണ്ട്. ഓപ്ഷൻ എ പറയുന്നത് A0 plus 15s into I-1 plus J-1 into S. ഇവിടെ ഇൻറ്റു എസ് ഉണ്ട്, ഇവിടെ ഇൻറ്റു എസ് ഉണ്ട്, ഇവിടെ ഇൻറ്റു എസ് ഉണ്ട്. കൊടുക്കാൻ മറന്നുപോയത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ള കാര്യം ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ. ഇതിന്റെ ഇക്വേഷൻ ഞാൻ തന്നിട്ടുള്ളതാണ് ഡാറ്റ സ്ട്രക്ചറിനകത്ത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻസർ കിട്ടുന്നവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടണം. ഓപ്ഷൻ എ പറയുന്നുണ്ട് കുറച്ച് പേര്. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. എ ബിയും വരുന്നുണ്ട് ഓപ്ഷൻസ്. A0 plus 15s into I-1 plus J-1 into S. ഓപ്ഷൻ ബി പറയുന്നത് A0 plus 8s into I-1 plus J-1 into S. ഓപ്ഷൻ സി A0 plus 15s into J-1. ഓക്കെ, അപ്പം 8 to 15 അല്ലേ? അറേ സൈസ് 8 ന്ന് തുടങ്ങിയിട്ട് 15 വരെ അല്ലേ? അതെ, അങ്ങനെയല്ല അതിന്റെ മീനിങ്. അറേ 8,15 എന്ന് പറഞ്ഞാൽ അത് 2 ഡയമെൻഷണൽ അറേ ആണ്. റോസിന്റെ നമ്പർ 8ഉം കോളംസിന്റെ നമ്പർ 15 എന്നാണ് അതിന്റെ മീനിങ്. നമ്പർ ഓഫ് റോസ് 8. അറേയുടെ ടോട്ടൽ സൈസ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ ഇങ്ങനെയാ കാണിക്കുക. അറേ എ 8,15 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്. 2 ഡയമെൻഷണൽ അറേ ആണ്. 8 നമ്പർ ഓഫ് റോസും 15 നമ്പർ ഓഫ് കോളംസും ആണ് ഉള്ളത്. ദെൻ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് A11 ആണ്. ദെൻ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ A0 ആണ്. ദെൻ ഒരു എലമെന്റിന്റെ സൈസ് S ആണെങ്കിൽ A of I Jയുടെ അഡ്രസ് എത്ര ആണ് എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ കോമൺ ആയിട്ട് ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മേജർ ആണെങ്കിലാണ്. ഓക്കെ, റോ മേജർ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, മെമ്മറി അഡ്രസ് ഓഫ് A of I J ഈക്വൽ ടു M പ്ലസ് M എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് ഇൻറ്റു ഓക്കെ I-L1. L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ പറയുന്ന റോയുടെ ലോവർ ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എലമെന്റിന്റെ എന്താണ് റോ നമ്പർ എത്ര എന്ന് നോക്കിയാൽ മതി. ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് ഒരു M into N മെട്രിക്സ് ആണ്. അങ്ങനെ വെച്ചാണ് ഞാനൊന്ന് പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ N ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻറ്റു W പ്ലസ് J-L2 ഇൻറ്റു W. W എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് സൈസ് എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്. M പ്ലസ് ഇപ്പൊ ഇവിടെ M എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് അഡ്രസ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? A0. അപ്പൊ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A0 പ്ലസ്
ഐ മൈനസ് L1. L1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ എന്താണ് ഇൻഡെക്സുകൾ നോക്കിയാൽ മതി, റോയും കോളം. അപ്പൊ ഇവിടെ L1 എന്ന് പറഞ്ഞാൽ റോയുടെ ലോവർ ഇൻഡെക്സ് ആണ്, അതിപ്പോ ഇവിടെ 1 ആണ്. അപ്പൊ I മൈനസ് 1 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പൊ ഇവിടെ എത്രയാണ് 15 ഇൻറ്റു ഒരു എലമെന്റ് സൈസ് എത്രയാണ് S. ഓക്കെ, പ്ലസ് J മൈനസ് L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, അത് എത്ര തന്നെയാണ് 1 ആണ്. ഓക്കെ, 1 ഇൻറ്റു S. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി കാണും. A0 പ്ലസ് 15S ഇൻറ്റു I മൈനസ് 1 പ്ലസ് J മൈനസ് 1 ഇൻറ്റു S. ഇതാണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ ഏതാ വരുന്നത് വെച്ചാൽ ഓപ്ഷൻ എ ആണ്. ഇക്വേഷന് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ കിട്ടും. ഇക്വേഷൻ പ്രോപ്പർ ആയിട്ട് പഠിക്കുക, then അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ചോദിച്ചിട്ട് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ കമ്പ്യൂട്ടേഷൻ ഇൻ ടൈം ഇൻ ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് ഫൈൻഡിങ് മാക്സിമം ആൻഡ് മിനിമം എലമെന്റ് ഇൻ എ സോർട്ടഡ് അറേ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എന്നിട്ട് ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്, ഇൻസേർഷൻ ബിഗ് ഓഫ് 1, ഡിലീഷൻ ബിഗ് ഓഫ് 1, മാക്സിമം ബിഗ് ഓഫ് 1, മിനിമം ബിഗ് ഓഫ് 1. ഓപ്ഷൻ 1. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഇൻസേർഷൻ ബിഗ് ഓഫ് 1, ഡിലീഷൻ ബിഗ് ഓഫ് 1, മാക്സിമം ബിഗ് ഓഫ് n, മിനിമം ബിഗ് ഓഫ് n. ഓക്കെ, ഓപ്ഷൻ സി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർഷൻ ബിഗ് ഓഫ് n, ഡിലീഷൻ ബിഗ് ഓഫ് n, മാക്സിമം ബിഗ് ഓഫ് 1, മിനിമം ബിഗ് ഓഫ് 1. ഓപ്ഷൻ ഡി പറയുന്നത് ഇൻസേർഷന് ബിഗ് ഓഫ് n, ഡിലീഷന് ബിഗ് ഓഫ് n, മാക്സിമത്തിന് ബിഗ് ഓഫ് n, മിനിമത്തിന് ബിഗ് ഓഫ് n. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വെറുതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ കുറെ പേരുടെ ആൻസർ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഓപ്ഷൻ സി ആണ് കൂടുതൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ആൻസർ വരിക എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറേ സോർട്ടഡ് ആണെന്ന് ഒറ്റ ഒരു ഡയലോഗ് അവർ പറയുന്നുണ്ട്. സോർട്ടഡ് അറേ. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു അറേ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു അറേ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഏതാണ് അറേയുടെ പേര്? ഇൻഡെക്സ് 0, 1, 2, 3, 4, 5 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് കറന്റ്ലി ഒരു 3 എലമെന്റ്സ് ഉള്ളെന്ന് വെക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ കൊടുക്കുവാണ് 2, 7, 13, 15. ഓക്കെ, 4 എലമെന്റ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോന്നിനും എടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബിഗ് ഓഫ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് കോൺസ്റ്റന്റ് ടൈം എന്നുള്ളതാണ്. ബിഗ് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇവർ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ ബിഗ് ഓഫ് n എന്ന് പറഞ്ഞാൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന ക്വാണ്ടിറ്റി കൂടും അല്ലെങ്കിൽ ടൈം കൂടും എന്നുള്ളതാണ് ബിഗ് ഓഫ് n പറയുന്നത്. ബിഗ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ടൈം ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്തിന്റെയൊക്കെയാന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻസേർഷൻ, ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പൊ നമ്മൾ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കണമല്ലോ. 1 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഷിഫ്റ്റ് ചെയ്യണം എലമെന്റ്സിന്. ഓക്കെ, എന്ന് വെച്ചാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങുക. ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അപ്പൊ ഇവിടെ 15 വരും. ഇതിനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അപ്പൊ ഇവിടെ 13 വരും. ഇതിനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അപ്പൊ ഇവിടെ 7 വരും. എന്നിട്ടാണ് ഈ പൊസിഷനിൽ നമ്മൾ എന്തിടുന്നത്? ഇൻസേർട്ട് ചെയ്യുന്ന എലമെന്റ് ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻസേർട്ട് ഈ പറയുന്ന തന്നെ 3 ആണ്. ഓക്കെ, അപ്പൊ 3 ഇവിടെ ആയിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, എത്ര എലമെന്റ്സ് ഇത് കഴിഞ്ഞിട്ടുണ്ടോ അതിന്റെ എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യും. അത്രമാത്രം ഷിഫ്റ്റിംഗ് നമ്മൾ നടത്തേണ്ടി വരും. അത് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് എണ്ണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇൻസേർഷന്റെ കേസ് എന്താണെന്ന് പറയാം? ബിഗ് ഓഫ് n ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിലീഷന്റെ കേസ് ആണ്. അപ്പൊ ഡിലീഷന്റെ കേസിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുന്ന കാര്യം അറേയിലെ എലമെന്റ്സ് എല്ലാം അടുത്തടുത്ത ലൊക്കേഷനിൽ തന്നെ ഇരിക്കണം, ഇടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ 7 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. 13 അല്ലെ, 13 ഇവിടേക്ക് വരണം, 15 ഇവിടേക്ക് വരണം അല്ലെ. ദെൻ ഈ അപ്പൊ ഇവിടെ 13 വരുന്നു, ഇവിടെ 15 വരുന്നു, ഇവിടെ നമ്മൾ നള്ളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് ഈ പറയുന്ന എലമെന്റ് ഡിലീറ്റ് ചെയ്ത എലമെന്റ് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇൻസേർഷന് എന്താണ്? ബിഗ് ഓഫ് n ആണ്. ഡിലീഷനും എന്ത് തന്നെയാണ്? ബിഗ് ഓഫ് n ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അതേസമയം നമ്മളിപ്പം ഈ പറയുന്ന ഒരു എലമെന്റ് മാക്സിമം, ഇതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഓൾറെഡി സോർട്ടഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മിനിമം എലമെന്റിനെയാണ്, അപ്പൊ അസെൻഡിംഗ് ഓർഡറിലാണ് സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ മിനിമം എലമെന്റ് എന്തായിരിക്കും? ഫസ്റ്റ് പൊസിഷനിലായിരിക്കും.
അപ്പൊ നമുക്ക് അത് കണ്ടെത്താനായിട്ട് ഇത് പോയിരുന്നിട്ട് എന്താണ് സെർച്ച് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് പറയാം മിനിമം കണ്ടെത്താനായിട്ട് എന്താണ് ബിഗ് ഓഫ് 1 കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്വസ്റ്റിൽ തന്നെ കാണും എന്താണെന്നുണ്ടെങ്കിൽ അസെൻഡിങ് ആണെങ്കിൽ. ഡിസെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്പർ ഓഫ് എലിമെന്റ്സ് n ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് a of n - 1 വാല്യൂ എടുത്താണ്. അവിടെ പിന്നീട് നമ്മൾ ഈ പറഞ്ഞത് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഏറ്റവും ചെറിയ എലമെന്റ് വരുന്ന എവിടെയാണ് ലാസ്റ്റ് ക്വസ്റ്റിലായിരിക്കും. a of n - 1 എടുക്കുക. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ a of 1 എടുക്കുക. a of എന്താണ് 0 എടുക്കുക. ഇത് എടുത്താൽ ഉറപ്പാണ്. അപ്പൊ നമുക്ക് പറയാം ഈ പറയുന്നതൊക്കെ എന്താണ് മിനിമം എടുക്കാനായിട്ട് ബിഗ് ഓഫ് 1 ആണെന്ന് ഉറപ്പിച്ച് പറയും. ഇനി മാക്സിമം എടുക്കാനോ നേരെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, അതിനകത്ത് എന്താണ് മാക്സിമം അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ a of n - 1 ഡിസൈനിങ് ഓർഡറിലാണെങ്കിൽ എന്താണ് a of 0 വരും. അപ്പൊ മാക്സിമത്തിന്റെ കേസിൽ അവിടെ നമ്മൾ ഈ പറയുന്നതൊക്കെ തന്നെ ലൂപ്പ് വർക്ക് ചെയ്യിക്കുക അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. അത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പറയാം അവിടെ എന്താണെന്ന് പറയാം മാക്സിമം എലമെന്റ് കണ്ടുപിടിക്കാനും എന്താണ് കോൺസ്റ്റന്റ് ടൈം ആണ് ഓൾവേസ്. കാര്യം ഇത് സോർട്ടഡ് ആണ്. അതേസമയം സോർട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ തന്നെ ബിഗ് ഓഫ് എന്നിലേക്ക് തന്നെ പോയത്. ഓക്കെ, അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ പറയുന്ന ഓപ്ഷൻ സി ആണ്. ഇനി എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ സോർട്ടഡ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു എങ്കിൽ ആൻസർ ഏതാണെന്ന് പറയാം. സോർട്ട് എന്ന് പറഞ്ഞ വേർഡ് അവിടെ ഇല്ലായിരുന്നു എങ്കിൽ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു. കാര്യം ഈ പറയുന്നതൊക്കെ എന്താ ലാർജസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ എലമെന്റ് കമ്പയർ ചെയ്ത് പോയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് നമ്പർ ഓഫ് എലമെന്റ്സിന് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അത് മിനിമം ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്ക്. അപ്പം ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിക്കില്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാര്യം ഇവിടെ സോർട്ടഡ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുന്നു. ഈ ഒരു വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ഈ വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ എന്നുള്ള കാര്യം നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വേർഡ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തതും ഈ പറയുന്ന അറേ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൺസിഡർ ആൻ അറേ a 20,10 assume 4 words per memory cell and the base address of array a is 100. What is the address of a 11.5? Assume row major storage. ഈ മോഡൽ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കും, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ് എത്രയാണ് ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇക്വേഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഒരാളുടെ ആൻസർ വന്നു ഓപ്ഷൻ സി. നോക്കാം അത് കറക്റ്റ് ആണോ അല്ല എന്നുള്ളത്. ആൻസർ കിട്ടുന്നവര് ചാറ്റ് ബോക്സിൽ മാക്സിമം കറക്റ്റ് ആൻസറിൽ നിങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ എയും വരും. 517, 560 അധികം കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ കറക്റ്റ് ആൻസർ നമ്മൾ മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കുറെ പേരുടെ ആൻസർ ഓപ്ഷൻ സി ഒരാൾക്ക് വന്നിട്ടുണ്ട്, ബാക്കി എല്ലാവർക്കും ഓപ്ഷൻ എ ആണ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ പേരുടെ ആൻസർ കണ്ടു. ഓപ്ഷൻ എയും സിയും വരുന്നതാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ ഇക്വേഷൻ വെള്ളം എഴുതുവാണ്. മെമ്മറി അഡ്രസ് ഓഫ് എ ഓഫ് ഐ ജെ ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് അഡ്രസ് എം പ്ലസ് ഐ മൈനസ് L1 ഇൻറ്റു എൻ ഇൻറ്റു ഡബ്ല്യു പ്ലസ് എന്താണ് ജെ മൈനസ് L2 ഇൻറ്റു ഡബ്ല്യു. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഡബ്ല്യു വേണമെങ്കിൽ കോമൺ എടുത്തിട്ട് എന്താണ് അല്ലാതെ കൊണ്ടുവരാം. വെച്ചാൽ ഡബ്ല്യു രണ്ടിടത്തും ഈ രണ്ടെണ്ണത്തിനകത്ത് ഉള്ളത് കൊണ്ട് ഡബ്ല്യു കോമൺ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ഓഫ് 1115 ആണ്. ഓക്കെ, നമ്പർ ഓഫ് റോസ് എം എന്ന് പറയുന്നത് 20, നമ്പർ ഓഫ് കോളംസ് എത്രയാണ് 10, ഡബ്ല്യു എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ്, സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ആണ്. എല്ലാ വാല്യൂസും ക്വസ്റ്റ്യൻ തന്നിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് അഡ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് ലോവർ ഇൻഡെക്സുകളെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നമുക്ക് 00 എടുത്ത് നോക്കാം. 00 എടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ 11 കൂടെ അപ്ലൈ ചെയ്ത് നോക്കണം. ഓക്കെ, കാര്യം ഇതിനകത്ത് ആ ഒരു കാര്യം മാത്രം ക്ലിയർ ആയിട്ട് പറയുന്നില്ല. നോർമലി ഇത് പറയേണ്ടതാണ്. ഓക്കെ, ബേസ് അഡ്രസ് ഓഫ് അറേ എലമെന്റ് A00 എന്നൊക്കെ പറഞ്ഞാണ് പറയേണ്ടത്, അല്ലെങ്കിൽ A11 എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ പറയാത്തത് കൊണ്ട് ഞാനിവിടെ 00 എടുത്തിട്ട് ആ 00ക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചോയ്സിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ 11 വെച്ച് അപ്ലൈ ചെയ്യണം. ഈ 00 മാറ്റിയിട്ട് 11 അപ്ലൈ ചെയ്യണം. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നോർമലി ഈ തന്നില്ലെങ്കിൽ 00 തന്നെയാണ് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മെമ്മറി അഡ്രസ് ഓഫ് എന്താണ് എ ഓഫ് അവർ പറഞ്ഞിട്ടേക്കുന്നത് ഏതാണ് 1115 ആണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് അഡ്രസ് പറഞ്ഞിട്ടുണ്ട് 100 പ്ലസ്
ഇനി അടുത്ത എന്തായിരുന്നു I-L1. അപ്പൊ I എന്ന് പറയുന്നത് എത്രയാണ്? I എന്ന് പറയുന്നത് 11, J എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമുക്ക് 11 മൈനസ്, ഓക്കെ, ലോവർ ഇൻഡെക്സ് നമ്മൾ 0 ആയിട്ടാണ് എടുത്തേക്കുന്നത്, ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 10 അല്ലെ, പ്ലസ് ഇൻറ്റു, ഓക്കെ, ഇനി ഒരു കാര്യം ഉണ്ടായിരുന്നു, W അപ്ലൈ ചെയ്യണമായിരുന്നു. W എത്രയാണ്? 4 പ്ലസ് J മൈനസ്, J എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഓക്കെ, 5 മൈനസ് L2 എത്രയാണ്? 0 ഇൻറ്റു W. ഇതാണ് ഇക്വേഷൻ. W എന്ന് പറയുന്ന 4 ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ 100 പ്ലസ് 11 ഇൻറ്റു 4 440 അല്ലെ, അപ്പൊ ഇത് 440 വരും, പ്ലസ് 20. ഓക്കെ, അപ്പൊ 100 പ്ലസ് 460 എന്നുള്ളതാണ് വാല്യൂ വരുന്നത്. അപ്പൊ ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 560 ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. 560 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ആ ഓപ്ഷൻ ഈ പറയുന്ന ചോയ്സിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ആ ഓപ്ഷൻ അതിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ണും കൂടെ വെച്ചും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ വണ്ണിന്റെ ഓപ്ഷൻ കാണും. ചലഞ്ച് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ നോർമലി ഡിലീറ്റ് ആയി പോകാറുണ്ട്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം ഇതിന്റെ ആൻസർ എത്രയാണെന്നുള്ള കാര്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ശ്രദ്ധിച്ച ആൻസർ ആണ്. കാര്യം നമ്മൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്ന പലതും നമുക്ക് അവസാനം തലവേദനയായിട്ട് മാറാറുണ്ട്. How many values can be held an array A -1, M colon semicolon 1, M? ഓപ്ഷൻ എ പറയുന്നത് M, ഓപ്ഷൻ ബി പറയുന്നത് M², ഓപ്ഷൻ സി പറയുന്നത് M ഇൻറ്റു M+1, ഓപ്ഷൻ ഡി പറയുന്നത് M ഇൻറ്റു M+2. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാവും. ഓപ്ഷൻ എ M, ഓപ്ഷൻ ബി M², ഓപ്ഷൻ സി M ഇൻറ്റു M+1, ഓപ്ഷൻ ഡി പറയുന്നത് M ഇൻറ്റു M+2. 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ കുറെ പേര് ഡി പറയുന്നുണ്ട്, ഒരാളെ രാകേഷ് ഐ തിങ്ക് എ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഈ ഒരു വേർഡിങ്സിന്റെ മീനിങ് എന്താന്ന് വെച്ചാല്, എ ഫസ്റ്റ് നമ്മൾ ലോവർ ഇൻഡെക്സിന്റെ പല രീതിയിൽ ഇതിനകത്ത് എഴുതിക്കൊണ്ട് വരാം. അതാണ് ഇതിനകത്ത് പ്രശ്നം. -1 to M എന്നേ നിങ്ങൾ ഇതിനെ വായിക്കാവൂ, സെമികോളൻ 1 to M, ഇങ്ങനെയാണ് അതിന്റെ മീനിങ്. അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, റോ സ്റ്റാർട്ട് ചെയ്യുന്നത് -1 മുതൽ M വരെയാണ് റോ സ്റ്റാർട്ട് ഉള്ളത്. കോളം അതിപ്പോ റോ ആണ്, റോ -1 മുതൽ M വരെയും, കോളം എവിടെ മുതൽ എവിടെ വരെയാണ് എന്ന് നിൽക്കുന്നത് 1 മുതൽ M വരെയാണ്. അപ്പൊ -1 മുതൽ M വരെ എന്ന് പറയുമ്പോൾ, ഓക്കെ, -1 0 1 2 എക്സെട്ര അപ് ടു M എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഈ 1 മുതൽ M വരെ എന്ന് പറയുമ്പോൾ എത്ര വാല്യൂസ് ഉണ്ട്? M വാല്യൂസും, ഓക്കെ, M റോസും, -1 0 എന്ന് പറയുമ്പോൾ 2 കൂടെ അല്ലേ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട്? M+2 റോസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി കോളം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെയാണ്? 1 2 3 എക്സെട്ര അപ് ടു M. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? M കോളംസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇപ്പം A(2 3) എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് മെട്രിക്സ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? 2 റോയും 3 കോളം എന്നല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 2 × 3 = എത്രയാണ്? 6. ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് റോസ് എത്രയാണ്? M+2ഉം, ഓക്കെ, ഇനി നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? M. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? M+2 × M. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ആൻസർ. ക്ലിയർ ആണ്? ആ എഴുതിയേക്കുന്നതിന്റെ മീനിങ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കളഞ്ഞിട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. -1, M എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ലോവർ ഇൻഡെക്സ്, റോയുടെ ലോവർ ഇൻഡെക്സ് -1 മുതൽ M വരെയും, കോളം ഇൻഡെക്സ് 1 മുതൽ M വരെ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ആ മീനിങ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലെന്നാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ കളഞ്ഞിട്ട് പോകാറാണ് സാധാരണ ചെയ്യാറ്. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ അതൊന്ന് നോക്കിയേക്കണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആ ഒരു മീനിങ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയ ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ട അത് ആൻസർ ചെയ്യാനായിട്ട്. പക്ഷെ ആ മീനിങ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പം ഓക്കെ, ഇന്നത്തെ ടൈം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.